നല്ല കുറച്ച് ചാള ക്ലീൻ ചെയ്ത് വരയിട്ട് വെച്ചിട്ടുണ്ട്. തേങ്ങയോ എണ്ണയോ ഇല്ലാതെ നല്ല തിക്ക് ഗ്രേവിയിൽ കുരുമുളകിട്ട് വേവിക്കാം. പാൻ ചൂടാക്കാൻ വെച്ചിട്ട് 6-7 ചെറിയുള്ളി, 10 അല്ലിയോളം വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം സൈസ് തക്കാളി ഇത്രയും ചൂടാക്കി എടുക്കാം. ചൂടായ തക്കാളിയുടെ സ്കിന്നൊക്കെ കളയാൻ നല്ല എളുപ്പമാണ്. ഇതുപോലെ സ്കിന്നൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ്. ഇതൊന്ന് ലൈറ്റായിട്ട് പാനിലിട്ട് ചൂടാക്കിയ ശേഷം നേരത്തെ നമ്മൾ അരച്ചു വെച്ച മസാലയിലേക്ക് ചേർത്ത് ഒന്നുകൂടെ മഷി പോലെ അരച്ചെടുക്കാം. ഈ മസാലക്കൂട്ടിനെ നമുക്ക് വീണ്ടും പാനിലിട്ട് ചൂടാക്കി എടുക്കണം. ഒരു നല്ല സ്മെല്ല് വന്ന് തുടങ്ങുമ്പോൾ അതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന 2 കുടംപുളി, 1.5 കപ്പ് വെള്ളം, ഒരു പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് 15 മിനിറ്റ് വരെ തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് മറിയുന്ന ചാറിലേക്ക് മീൻകുട്ടന്മാരെയും കൂടെ ചേർത്ത് വീണ്ടും 15 മിനിറ്റ് കുക്ക് ചെയ്യണം. ചാള തന്നെ ആവണമെന്നില്ല, ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നമ്മള് തിളപ്പിച്ച് കുറുക്കി വറ്റിച്ചെടുത്ത ടേസ്റ്റി ആൻഡ് ഹെൽത്തി മത്തിച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.